ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ മക്കളെ, ഈ വർഷത്തെ നോമ്പും കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഈ വർഷത്തെ റമദാൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളാണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ഈ വർഷത്തെ നോമ്പ് പുതിയ വീട്ടിലൊക്കെ ആയിട്ട് റാഹത്തായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷവും ഇതുപോലെ തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ദീർഘായുസ്സ് ആരോഗ്യ ആഫിയത്തോട് കൂടിയിട്ട് ഞങ്ങൾക്കും അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അതുപോലെ തന്നെ നമ്മളെല്ലാവരുടെ കുടുംബങ്ങൾക്കൊക്കെ പടച്ചവൻ നൽകട്ടെ. ഇനിയും ഒരുപാട് നോമ്പുകളും പെരുന്നാളുകളൊക്കെ ആഘോഷിക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ പടച്ചവൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു നോമ്പ് തുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഞങ്ങൾ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ ഫാമിലി, ഏട്ടൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഞങ്ങളെ മുത്തമ്മ അതായത് ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ അവരെ ഫാമിലി, ആ മുത്തമ്മ, അവരെ മക്കൾ, അവരെ പേരക്കുട്ടികൾ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആയിട്ടുള്ളൊരു ഫാമിലി ആയിട്ടുള്ള നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നോമ്പിൻ്റെ വിഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചക്ക നോക്കാണി. ഇതാണ് നമ്മൾ നോമ്പിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ. നല്ല തേൻ വരിക്കയാണ്. അതുപോലെ തന്നെ എണ്ണക്കടിയായിട്ട് സമൂസ ഉണ്ട്, പൊക്കവട ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ നോമ്പിൻ്റെ ഒരു സ്പെഷ്യലാണ് നമ്മൾ തരിക്കഞ്ഞി ഉണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് വത്തക്ക ഉണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ ചക്ക ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അതേപോലെ മുന്തിരി ജ്യൂസ് ഉണ്ട്, ജ്യൂസ് മുന്തിരി, വേവിച്ചടിച്ച മുന്തിരി ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ 4-5 മരുമക്കൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് ചേർന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്ക് നിസ്സാരമാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോരോ പണികൾ ചെയ്യുകയാണ്. ചിലർ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണു, ചിലർ ചക്കച്ചുള പറിക്കണു, ചിലർ സമൂസൻ്റെ ഓല നറക്കണു, അതേപോലെ തന്നെ സമൂസയും പൊക്കവടയൊക്കെ പൊരിക്കണു, ജ്യൂസ് അടിക്കണു, അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് ചെയ്യണു. പിന്നെ എല്ലാവരും കൂടി ചെയ്യണു. അങ്ങനെ നല്ല രസമായിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും തന്നെ ഞങ്ങളതൊക്കെ ഏകദേശം റെഡി ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചായതുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ പിന്നെ ഞങ്ങൾ ഒഴിച്ചാണ് വിട്ടു കേട്ടോ. ഞങ്ങളിവിടെ അടുക്കളയ്ക്ക് ഏറ്റെടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയിങ്ങാണ്ട് അവിടെ കളിച്ചോളി, എന്നാൽ പിന്നെ ഓല് നമ്മളെ ഇതിൻ്റെ അടിയിൽ കൂടെ ഓടിക്കളിച്ച് ശല്യം ഇതാക്കില്ല. അപ്പോൾ ഓലൊക്കെ കൂടി അവിടെ പുറത്ത് പന്ത് കളിക്കുക, ആൺകുട്ടികളെ ഐറ്റംസും അതിൻ്റെ ഇടയിൽ കൂടെ പെൺകുട്ടികളും ഉണ്ട്, വലിയ പെൺകുട്ടികൾ പോലും പന്ത് കളിക്കുക, അതേപോലെ തന്നെ ചെറിയോലും ഇവിടെ ഓലേതായ കളികൾ അങ്ങനെയൊക്കെ കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സമൂസ പൊരിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയിൽ നമ്മൾ പൊക്കവടയും പൊരിക്കുകയാണ്. അടുപ്പത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ പൈനാപ്പിൾ ചെത്തലുണ്ട്, ഒരാൾ പൈനാപ്പിൾ ചെത്തുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറൊരാൾ ഇവിടെ തണ്ണിമത്തൻ മുറിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ട് ഒത്തൊരുമിച്ചത് ചെയ്താൽ പിന്നെ നമുക്ക് ഒരു പണിയില്ല കേട്ടോ. ഫ്രൂട്ട്സൊക്കെ ഒരാൾ തന്നെ കേട്ടോ ചെയ്യണത്, എണ്ണക്കടി ഒരാളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പണികൾ എടുക്കുന്നുണ്ട്, എന്നാലും കാര്യമായിട്ട് ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കുന്നു. പണികൾ എടുക്കുന്നുണ്ട്, ഇതിനൊരാൾ വേണ്ടേ വീഡിയോ എടുക്കാനും. കാരണം സ്റ്റാറ്റസ് വെക്കണം, നമുക്ക് റീൽസ് ഇടണം. എനിക്ക് നല്ല കേട്ടോ, എല്ലാവർക്കും ഉള്ളത് ഒരാളാണ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്താൽ പിന്നെ എല്ലാവർക്കും നിരത്തി കിട്ടിയാലോ. റീൽസ് എടുക്കണം, അതേപോലെ തന്നെ ഷോർട്സ് ഇടണം, വ്ളോഗ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്യാമറാമാനാണ് എന്ന് പറഞ്ഞിട്ട് നല്ല കഴിച്ചിലേക്ക് ഉണ്ടോ, വെറുതെ അറിഞ്ഞതാ കേട്ടോ. ഇനി എല്ലാവരും കൂടിയിട്ട് തന്നെ പണിയെടുക്കണത്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാൽ പിന്നെ ഉഷാറായില്ലേ. പിന്നെ അതേപോലെ തന്നെ എല്ലാതും റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഓരോരുത്തരായിട്ട് ഞാൻ എണ്ണക്കടികളാട്ടോ ഇവിടെ പ്ലേറ്റിൽ അടുക്കി വെക്കുന്നത്. അതേപോലെ തന്നെ ഓരോരുത്തർ ജ്യൂസ് വാരുന്നുണ്ട്, അതുപോലെ തന്നെ ഓരോരുത്തർ പിന്നെ ഫ്രൂട്ട്സുകൾ അടുക്കി ഒതുക്കി പാത്രങ്ങളിലാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ പണികൾ അങ്ങനെ ചെയ്താൽ പിന്നെ ആർക്കാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ രസമാണല്ലോ. അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ആൺകുട്ടികളും മൂത്തമ്മയും കൂടി അവിടെ ഒരു മേശമ്മയാണ് ഇരുന്നു. ഞങ്ങൾ ചെറിയ കുട്ടികളും പെൺകുട്ടികളും അതേപോലെ തന്നെ കുറച്ച് പെണ്ണുങ്ങളും മരുമക്കളൊക്കെ കൂടെ ഇവിടെ പായിലും ഇരുന്നു. അപ്പോൾ പായിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ മേശമ്മ ഇരിക്കുക, അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തവർക്കും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാട്ടോ. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പെരുന്നാളും അതേപോലെ എല്ലാവർക്കും റാഹത്താവട്ടെ. എന്തായാലും ഇന്ന് നമ്മളെ പ്രവാസികൾക്കൊക്കെ
പിന്നെ പെരുന്നാളാണല്ലോ, എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഈദ് ആശംസകൾ. അതുപോലെ നാട്ടിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഈദ് മുബാറക്, ഈദ് ആശംസകൾ. അങ്ങനെ എന്തായാലും നമ്മളെ പരിപാടിയൊക്കെ റാഹത്തായി കഴിഞ്ഞു. കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കാൻ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുട്ടികൾ ഇവിടെ കളിക്കണത്. ഞങ്ങളിത് വിളമ്പുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ച് നേരം കൂടി പോയി കളിച്ചോളി, അപ്പോഴേക്കും ഞങ്ങൾ ഇതൊക്കെ വിളമ്പി സെറ്റാക്കിയൊക്കെ. അങ്ങനെ നല്ല ചിക്കൻ ബിരിയാണിയും കട്ടൻ ചായയും തൈരും അച്ചാറൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് അൽഹംദുലില്ലാ റാഹത്തായി പിരിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, സി യു.